ഒരാൾ അതികഠിനമായ മല കയറുകയായിരുന്നു. സാഹസികമായിരുന്നു ആ മലകയറ്റം. അയാളുടെ കൈകളിൽ 2 വലിയ ഭാണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയറ്റം ആയാസകരവുമായിരുന്നു. നല്ലവണ്ണം പിടിച്ചു കയറാൻ പോലും ആ പാവത്തിന് സാധിച്ചില്ല. അയാൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അലിവ് തോന്നിയ ഭഗവാൻ ഒരു ദേവതയെ അയാളുടെ അരികിലേക്ക് അയച്ചു. ദേവത അയാളെ കണ്ടുമുട്ടി ചോദിച്ചു, "ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ?" അദ്ദേഹം സമ്മതിച്ചു. അടുത്തൊരിടത്ത് അവർ ഇരുവരും വിശ്രമിക്കാൻ തീരുമാനിച്ചു. അയാളുടെ കയ്യിലുള്ള ഒരു ഭാണ്ഡത്തിലേക്ക് നോക്കി ദേവത ചോദിച്ചു, "ഈ ഭാണ്ഡത്തിൽ എന്താണുള്ളത്?" അയാൾ ഭാണ്ഡം തുറന്നു. അതിനകത്ത് കഴിഞ്ഞ കാലത്തെ ഓർമ്മകളായിരുന്നു. അയാൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും അതിൽ ഉണ്ടായിരുന്നു. അത് കണ്ട ദേവത ഇങ്ങനെ പറഞ്ഞു, "ഈ പഴകിയ കാര്യങ്ങൾ വ്യർത്ഥങ്ങളല്ലേ? ഇതുകൊണ്ട് എന്തു കാര്യം? കഴിഞ്ഞതൊരിക്കലും മാറ്റാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇവിടെ ഉപേക്ഷിക്കുക." അയാൾ അനുസരിച്ചു. വീണ്ടും യാത്ര തുടർന്നു. ഭഗവാനോട് അയാൾക്ക് നന്ദി തോന്നി. ഇനി ഒരു ഭാണ്ഡമേ ഉള്ളൂ. വീണ്ടും യാത്ര തുടർന്നപ്പോൾ ബാക്കിയുള്ള ഭാണ്ഡത്തിന്റെ ഭാരം കൂടിക്കൂടി വന്നു. അയാൾ വീണ്ടും ഈശ്വരനെ സ്മരിച്ചു. ഇത്തവണ മറ്റൊരു ദേവതയെ ഭഗവാൻ അയാളുടെ അടുത്തേക്ക് അയച്ചു. പതിവ് പോലെ ദേവത അയാളെ കണ്ടുമുട്ടി ചോദിച്ചു. അവരിരുവരും വീണ്ടും വിശ്രമിച്ചു. അയാളുടെ കയ്യിൽ മിച്ചമുള്ള ഭാണ്ഡത്തിലേക്ക് ദേവതയുടെ ശ്രദ്ധ പതിഞ്ഞു. ദേവതയുടെ മുന്നിൽ അയാൾ ആ ഭാണ്ഡം തുറന്നു. സൂക്ഷിച്ചു നോക്കിയ ദേവതയ്ക്ക് മനസ്സിലായി, വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള ആദികളും വ്യാധികളുമായിരുന്നു അതിലെന്ന്. നാളെ എന്തെന്നും അടുത്ത ആഴ്ച എന്തെന്നും തൻ്റെ ജീവിതം എങ്ങോട്ടേക്കെന്നും അന്തമില്ലാത്ത ആകുലതകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ദേവത ചോദിച്ചു, "ഇതെല്ലാം വരാൻ പോകുന്നതല്ലേ? സംഭവിക്കുമെന്ന് ഒരു ഉറപ്പും ഇല്ലല്ലോ. അതാലോചിച്ച് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇത് ഉപേക്ഷിക്കുക." ദേവത പറഞ്ഞു. സത്യം മനസ്സിലാക്കിയ ആ ആൾ രണ്ടാമത്തെ ഭാണ്ഡവും ഉപേക്ഷിച്ചു. ഇനിയുള്ള മലകയറ്റം അയാൾക്ക് സുഖകരമായിരുന്നു. അയാൾക്ക് ഇപ്പോൾ പിടിച്ചു കയറാൻ സാധിക്കും. ശ്രമകരമായ മലകയറ്റം ഇപ്പോൾ ആനന്ദകരമായി മാറി. കഥയുടെ ചുരുക്കം, ജീവിതം അതികഠിനമാണ്. നമ്മളെ സഹായിക്കാൻ പലരും വരും, ഈശ്വരകൃപയാൽ. നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം. പലരും ജീവിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലാണ്. അതൊക്കെ മറക്കണം. പ്രത്യേകിച്ച് അസുഖകരമായ ഓർമ്മകൾ ഓർത്തോർത്ത് കരയരുത്. അതുപോലെ നടക്കാൻ പോകുന്നത് ആലോചിച്ച് തല പുകയ്ക്കുമരുത്. ആസൂത്രണം നല്ലതു തന്നെ, ആകുലത വേണ്ട. ഭഗവാന്റെ കയ്യിലെ ത്രിശൂലം കണ്ടിട്ടില്ലേ? അതിനർത്ഥം 3 കാലങ്ങൾ ആണ്. കഴിഞ്ഞത് ഒരു ശിഖിരം, വർത്തമാനം മറ്റൊരു ശിഖിരം, ബാക്കിയുള്ളത് ഭാവിയെ കുറിക്കുന്ന ശിഖിരം. ഭഗവാൻ മുറുകെ പിടിച്ചത് നടുക്കുള്ള വർത്തമാന ശിഖിരത്തിലാണ്. ഈ നിമിഷം സന്തോഷത്തോടെ കഴിയുന്നവന്റെ ഇന്നലെയും നാളെയും അവന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് കാലത്തിന്റെ നാഥനായ ഭഗവാൻ ഇതിലൂടെ ഉദ്ഘോഷിക്കുന്നു. സർവം കൃഷ്ണാർപ്പണം. കഥ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും തരുമല്ലോ കൂട്ടുകാരെ.